ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുരുമുളക് കഞ്ഞിയാണ്. കുരുമുളക് കഞ്ഞി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രസവിച്ച് കിടക്കുമ്പോഴൊക്കെ ഈ കുരുമുളക് കഞ്ഞിയാണ് ഞങ്ങൾ കുടിക്കുക. അതുകൊണ്ട് അതിലിടുന്ന ചേരുവകൾ ഇതൊക്കെ അറിയാം. കുരുമുളക് കഞ്ഞി ഞങ്ങൾ പ്രസവിച്ചൊക്കെ കിടക്കുമ്പോൾ കുരുമുളക് കഞ്ഞിയാണ് ഞങ്ങൾ കഴിക്കുക. കുരുമുളക് കഞ്ഞിയിലേക്ക് ചേർക്കേണ്ട ചേരുവകളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അയമോദകം, ജീരകം, വെളുത്തുള്ളി, കുരുമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, തേങ്ങ. തേങ്ങ അരച്ചാണ് ഇടേണ്ടത്. അരച്ചിടും. ഇതെല്ലാം അരച്ച് ഇടും കുരുമുളക് കഞ്ഞിയിലേക്ക്. ആദ്യം അരിയിട്ട് നന്നായി വേവുമ്പോൾ ഈ ചേരുവകളൊക്കെ ചേർക്കും. ചേർത്തിട്ട് ഇളക്കി നല്ല പായസം പോലെ ഇളക്കി പായസം പോലെ ഇളക്കി എടുക്കും. ഇത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ സുഖപ്രസവം നടന്ന പിന്നെ ആൾക്കാണ് ഇത് കൊടുക്കുന്നത്. എന്നാൽ അതെന്തിനാണെന്നറിയാമോ? വയറ്റിലെ പുണ്ണ് മാറാനും പിന്നെ നമുക്ക് ഈ കുരുമുളക് കഞ്ഞാണ് പ്രസവരക്ഷയ്ക്ക് ഉപയോഗിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ അതിനെ കൊണ്ട് പല ഗുണങ്ങളുണ്ട്. നല്ല പാല് കുട്ടിക്ക് കുടിക്കാനുള്ള പാല് ഉണ്ടാകും. പിന്നെ വയറ്റിലുള്ള അസുഖങ്ങളൊക്കെ മാറും. നല്ലതാണിത് കുരുമുളക് കഞ്ഞി കുടിച്ചാൽ. ഞങ്ങളിതൊരു മാസം വരെ പ്രസവിച്ച കുട്ടികൾക്ക് കൊടുക്കും. അതുകൊണ്ട് ഞങ്ങൾ കടയിലൊന്നും പോയി വാങ്ങലില്ല മരുന്നുകളും. അന്നേരം ആ സമയത്ത് കടയിലൊന്നും ഞങ്ങൾ പോകില്ല. ആയുർവേദ മരുന്നുകളൊന്നും ഞങ്ങൾ ഉപയോഗിക്കില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാ ശരീരം നല്ല ഇതാകും, ഹെൽത്തി ആകും. നമുക്ക് എന്താ പറയുക, എല്ലാ സുഖം വയറ്റിലേക്ക് നല്ല. എല്ലാവർക്കും, പ്രസവിച്ചവർക്ക് മാത്രമല്ല, ഇത് വേണ്ടുന്നവർക്കല്ല കഴിക്കാം. ഇതിലിടുന്ന സാധനങ്ങൾ ഉണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊക്കെയാണ് നമ്മൾ വെളുത്തുള്ളി, ജീരകം, അയമോദകം, കുരുമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഈ ചേരുവകളൊക്കെ കുരുമുളക് കഞ്ഞിയിൽ ചേർത്ത് വരുമ്പോഴത്തേനും നല്ലൊരു ഔഷധമുള്ളൊരു ഗുണമുള്ളൊരു പോഷകമാണ് ഞങ്ങൾ കഴിക്കുന്നത് കുരുമുളക് കഞ്ഞി. പുറത്തുള്ള ആൾക്കാർക്കൊന്നും വെക്കാററിയില്ല. നിങ്ങൾ ഒന്ന് വെച്ച് നോക്കണേ, ഇത് കഴിച്ച് നോക്കണേ. ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾക്കും കൂടി ഇതിനെ പറ്റിയുള്ള അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ, ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. ഞങ്ങളിനി അരി ഇടാൻ പോവുകയാണേ. അരിയിട്ട് വേവാറാകുമ്പോൾ ഈ ചേരുവകളൊക്കെ ചേർക്കാം. അന്നേരം കാണിക്കാം കേട്ടോ. ചേരുവകളൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. തിളക്കട്ടെ. വെള്ളം തിളച്ചിട്ട് അരി കഴുകിയിടുക. അരി ഈ ഗ്ലാസും കൊണ്ട് 2 ഗ്ലാസ് അരി മതിയാവും. പച്ചരി കേട്ടോ, നെല്ല് കുത്തിയ പച്ചരി കേട്ടോ. അത് നല്ല നെല്ല് കുത്തിയ പച്ചരി ആകുമ്പോൾ ഒന്നും കൂടെ നല്ല സ്വാദുണ്ടാവും ഇതിന്. പച്ചരിയുടെ എടുത്ത് വെച്ചിട്ട് അരി വേണമെങ്കിൽ ചേർക്കാം. മോര് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ മോര് ഇല്ലാത്തത് കൊണ്ടാണ് ഈ തേങ്ങ ഉപയോഗിക്കുന്നത്, തേങ്ങ ഇടുന്നത്. തേങ്ങ അരച്ചിട്ടാൽ ഒന്നും കൂടി നല്ല രസമാണ് തിന്നാനൊക്കെ. ഇതിലേക്ക് ഇടട്ടെ. ഇതൊക്കെ ഞങ്ങൾ അരച്ചെടുക്കാൻ പോവുകയാണേ. അരച്ചെടുത്ത് ഇതിലേക്ക് ഇടാൻ വെള്ളം തളിച്ചിട്ടുണ്ട്. അരി കഴുകിയിടാം. പോരെ. ഇത് വീഡിയോയിൽ ഒരാൾ കമൻ്റ് ഇട്ടായിരുന്നു, ഇതൊന്ന് ഉണ്ടാക്കി കാണിച്ചു തരുമോ? അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, ഉണ്ടാക്കാൻ നോക്കുന്നത്. ഇതെടുത്ത് മാറ്റി വെക്കട്ടെ. അപ്പം ഞങ്ങൾ മുറങ്ങുണ്ടോ, സമൂല മുറങ്ങുണ്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത് കഴുകിയെടുത്ത് നല്ലപോലെ കല്ല് തിരിച്ചെടുക്കട്ടെ. ഇതിൽ കല്ലൊക്കെ ഉണ്ടാവും, അത് തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളിങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. കല്ലൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് അരച്ചെടുക്കണം. വെള്ളം തിളച്ചിട്ടുണ്ട്, അരി ഇടട്ടെ.
ഒന്ന് ഇളക്കട്ടെ. ഇളക്കി ഇത് തിളക്കട്ടെ. ഇത് നന്നായി തിളച്ച് വേവാറാകുമ്പോഴാണ് അരപ്പിടുന്നത്. നല്ലോണം വേവണം. കുടിക്കാനൊക്കെ നല്ലപോലെ വെന്താലും. കഞ്ഞി തളിച്ചിട്ടുണ്ട്. എല്ലാ ചേരുവകളും അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ടാണ് ഞങ്ങൾ അരച്ച് എല്ലാ ചേരുവകളും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുരുമുളക് കഞ്ഞി പകുതി വേഗമാകുമ്പോൾ ഇടും. പകുതി വേവാകുമ്പോൾ ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം ഇടുക. ഈ ചേരുവകളും 4 ചേരുവകളും വെളുത്തുള്ളി, ജീരകം, അയമോദകം, തേങ്ങ, കുരുമുളക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇടാൻ പോകുകയാണേ. പകുതി വേവായി. അത്രയും മഞ്ഞൾപ്പൊടി വേണം. ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി കുറച്ചും കൂടി വേകുമ്പോൾ മറ്റുള്ള ചേരുവകളൊക്കെ ഇടും. നമ്മൾ ആവശ്യത്തിനുള്ള അരി എടുത്ത അതിന് പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടു. കഞ്ഞി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടേ. വെന്തു. കണ്ടോ? കുരുമുളക് കഞ്ഞി ഇളക്കിക്കൊണ്ടിരിക്കേ. ഇത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ലവണ്ണം ഇളക്കി തന്നെ ഇളക്കി സ്വാദ് കൂടും. ഇതിൻ്റെ രുചി കൂടും. ഇനി ചേരുവകളിടാം. ചേരുവകൾ ചേർക്കാൻ പോവുകയാണേ. ഇതാ വെളുത്തുള്ളി, ജീരകം, കുരുമുളക്, തേങ്ങ, അയമോദകം ചേരുവകൾ ചേർക്കാൻ പോവുകയാണേ. കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. എല്ലാം കൂടെ ചേർത്ത് കണ്ടോ, അതിൻ്റെ ഒരു പായസം പോലെ ഇല്ലേ. ഇതെല്ലാം ചേർത്ത് അതൊക്കെ ചേരുവകളൊക്കെ ചേർത്ത് ഇട്ടപ്പോൾ നല്ലൊരു മണം. അതിൻ്റെ ജീരകത്തിൻ്റെയും ഏലത്തിൻ്റെയും ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും അയമോദകത്തിൻ്റെയും തേങ്ങയുടെയും ഉള്ളിൻ്റെയൊക്കെ മണം. ഇനി കുറച്ച് നേരത്തെ ഇളക്കണം. തിളക്കട്ടെ. കുറച്ചും കൂടി വെള്ളം വേണം. നോക്ക്. വേണം. കുറച്ചുമില്ല. ഇനി ഒന്ന് നല്ലപോലെ തളിക്കട്ടെ. പെട്ടെന്നായി കിട്ടും. ചേരുവകൾ മാറ്റാന്നുള്ളൂ കേട്ടോ. മാറ്റം പായസം പോലെ തന്നെയാ. ചേരുവകൾ മാറ്റം. എരിവാ ഇതിന് കേട്ടോ. കുരുമുളക് ഇട്ടുകൊണ്ട് പായസത്തിന് മധുരല്ലേ. കുരുമുളക്
ഇതിലിടുന്ന ചേരുവകൾ കുരുമുളക്, അതെ, എരിവുള്ള കഞ്ഞി, കുരുമുളക് കഞ്ഞി, ചക്ക പായസം, അത് മധുരം, ചക്കര. ഒരു പ്രത്യേക ടേസ്റ്റാണിത് കഴിക്കാൻ. ഇതാണ് ഞങ്ങളുടെ പ്രസവരക്ഷ. പ്രസവിച്ച് അന്നത്തെ കാലത്തൊക്കെ ഞങ്ങൾ പ്രസവരക്ഷയ്ക്ക് ഇത് ഈ കുരുമുളക് കഞ്ഞി കഴിക്കും. പിന്നെ മുള്ളൻ വറുത്ത്, പപ്പടം, മുള്ളൻ മീൻ, ഉണക്കമുള്ളൻ വറുത്തതും പപ്പടവും. അന്ന് ഞങ്ങൾ പിന്നെ ഇലക്കറികൾ എന്തെങ്കിലുമൊക്കെ, അതൊക്കെയാണ് ഞങ്ങൾ അന്ന് കഴിക്കുന്നത്. ഇപ്പല്ലേ കുട്ടികൾക്ക് പലതരം കൂട്ടാനും, അന്ന് അതൊക്കെ കിട്ടുള്ളൂ. ഈ കുരുമുളക് കഞ്ഞാണ് ഏറ്റവും. പച്ചരി കൊണ്ട് തന്നെ ഞങ്ങൾ ചോറ് വെച്ചിട്ട് പച്ചരി, ആ പച്ചരി കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചോറും വെച്ച് തരും പ്രസവരക്ഷ. അതൊക്കെയാണ് ഞങ്ങൾക്ക് അന്നത്തെ പ്രസവരക്ഷ കൊണ്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. നല്ല ശരീരം, നല്ല കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലൊക്കെ കിട്ടും ഈ കഞ്ഞി കുടിച്ചാൽ, കുരുമുളക് കഞ്ഞി കുടിച്ചാൽ. ഇനി ഞങ്ങൾ ഇറക്കി വെക്കുമ്പോൾ കഞ്ഞി റെഡിയായി, കുരുമുളക് കഞ്ഞി. എന്നാ തളിച്ച് തെറിക്കുന്നുണ്ട്. അടുപ്പിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അടുപ്പിന്ന് ഇറക്കി ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവർക്കും കൂടി പാത്രത്തിലേക്ക് ഇടട്ടെ, എല്ലാവർക്കും കഴിക്കാം. എനിക്കിതില്ല മതി. പാത്രത്തിലേക്ക് ഇടല്ലേ. ഓരോ കുരുമുളക് കഞ്ഞി റെഡി. ചൂടാക്കില്ല, കുറച്ചും കൂട്ടില്ല. ഒരു സ്പൂൺ ചൂടാറിയോ? ചൂടാറട്ടെ. സൂപ്പർ. കുഴപ്പമില്ല. കുറച്ച് എരിവ് കുറവല്ലേ? എരിവ് കുറച്ചും കൂടി വേണം. കുരുമുളക് പോലെ. കുട്ടികൾക്ക് വേണോ? കഴിക്കോ? അതെടുത്തോക്ക്. എരിവാകട്ടെ വളരെ. അടിപൊളി. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇനി ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. ഇത് ഇനി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക.